കണ്ടിട്ട് തിരിച്ചു വരാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി ദി ബെസ്റ്റ് ഹോം മേക്കർ. ഞങ്ങളിവിടെ എറണാകുളത്താണുള്ളത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫ്രണ്ടിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗൃഹലക്ഷ്മി സിന്ധു സുഭാഷ്. എന്താ ചേച്ചിങ്ങനെ ഒരു ഷോയിലേക്ക് വരാൻ കാര്യം? ഇത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ്. ഞാനൊരു വീട്ടമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അത് മലബാർ ഗോൾഡിൽ നിന്ന് കുറെ ഗോൾഡ് ഇല്ല ഒരിക്കലും അല്ല, സമ്മാനമായിട്ട് ഇല്ല ബെസ്റ്റ് ഹോം മേക്കർ ആണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് ഹോം മേക്കർ ആണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആരൊക്കെയുണ്ട് വീട്ടില്? ഹസ്ബൻഡും കുട്ടിയും മാത്രമേ ഉള്ളൂ. നമുക്ക് ടാസ്കിലേക്ക് കടന്നാലോ? തീർച്ചയായും. ആദ്യത്തെ ടാസ്ക് എന്തായിരിക്കും? വല്ല ഊഹമുണ്ടോ? ഒന്നും അറിയില്ല. മലബാർ ഗോൾഡ് കണ്ടിട്ട് മനസ്സിലായില്ല. മലബാർ ഗോൾഡിലുള്ള എന്തെങ്കിലും ആയിരിക്കണം, എന്തെങ്കിലും പർച്ചേസിംഗ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ റൗണ്ട് തന്നെ അതാണ്. ഷോപ്പ് ഇറ്റ്സ് അപ്പ്, ഗോ ഫോർ ഗോൾഡ്. ചേച്ചിക്ക് 1 lakh rupeesന് 10 minutes ടൈമില് സ്വർണം പർച്ചേസ് ചെയ്യാം. 10 minutes ടൈമുള്ള സമയത്ത് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് തീർക്കണം. എല്ലാത്തിനും റെഡിയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. 1 lakh എത്തിക്കാൻ ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം. പക്ഷെ ചേച്ചി ഒരു വീട്ടമ്മ എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാവും. സോ വിൽ സ്റ്റാർട്ട്. റെഡി? 1 2 3 ഗോ. ചെറിയ ചെയിൻസ്, അതായത് 2 പവനിൽ വരുന്ന ചെയിൻസുകൾ മുകളിലാണ്. പവനിൽ വരുന്ന ചെയിൻസ്. അതെ. ഒരു ക്ലിയർ ഐഡിയ ഉണ്ട് എന്തൊക്കെയാ മേടിക്കേണ്ടത്? ആദ്യം നോക്കണ ചെയിനാ? അതെ ചെയിനാണ്. ആദ്യം തന്നെ പവനൊക്കെ പറഞ്ഞിട്ടാ ചേച്ചി പോയേട്ടോ. 2 പവനിലെ മാല ഫിക്സ്ഡ് ആണ്. അതൊക്കെ 1 മിനിറ്റ് ആയി. ഇടയ്ക്ക് 2 പവന്റെ മതി. 2 പവന് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കറക്റ്റ് 2 പവനാണ് ഇതെല്ലാം. ഇതില് ഇത് 1.5 പവന്റെ ആയിട്ടുള്ളത് ഉണ്ടാകോ? 1.5 പവന്റെ അത് ഇതിലില്ല. 1.5 പവന് മതി. 1.5 പവന് മൊത്തം ഇല്ല. ചെയിൻസ് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ചെയിൻ മതി. ഷോർട്ട് ചെയിൻ മതി. പർച്ചേസ് ഒരു 4 പവനോട് അടുത്ത് വേണ്ടി വരും. പെട്ടെന്ന് ചേച്ചി കുറച്ച് ക്വിക്ക് ആക്കിക്കോ. 10 minutes ഉള്ളൂ. മാലയിൽ മാത്രം ഇത് മതി. ഇനി വള ഒരു വലിയ ആൾക്കാരുടെ ലോക്കറ്റ് വേണ്ട. ഇതില് ലോക്കറ്റ് വേണ്ട. 2.5 minutes കഴിഞ്ഞു. പെട്ടെന്ന് വള മാത്രം മതി. താഴെയാണ് കമ്മലോ ഇവിടെയാണ്. പിന്നെ എന്താ കമ്മലുണ്ടോ? ബ്രേസ്ലെറ്റ് അതൊക്കെ താഴെയാണ്. കഷ്ടപ്പെടും മുകളിലേക്ക് കയറി വരാനൊക്കെ. അത്ര സമയം പോവേ. അതുകൊണ്ട് ചെറിയ കുട്ടിക്കുള്ളത് ഒരു അതായത് 8 വയസ്സുള്ള കുട്ടികൾ. അത് മോളിൽ തന്നെയാണോ? കൊച്ചിനുള്ളത്. ഇത് വലുതാണല്ലേ? ഓഹോ. എന്നാ പിന്നെ ഇതിൽ നിന്ന് തന്നെ നോക്കാം. ഇത് എത്രേന്റെയാ? എന്തോരുണ്ട്? 3/4 പവൻ അല്ലേ? ബ്രേസ്ലെറ്റ് ടൈപ്പ് ആണോ വേണ്ടേ? ഇത് ബ്രേസ്ലെറ്റ്. ചേച്ചിക്ക് നോക്കണേ? ഞാൻ ഇപ്പൊ എനിക്ക് തന്നെ നോക്കാം. അല്ലാതെ ഇപ്പൊ പറ്റില്ല. ചേച്ചിക്ക് പറ്റില്ല? അത് എനിക്ക് പറ്റിയത്. കൊച്ചിന് പറ്റില്ല. കൊച്ചിന് മാല കൊടുക്കാം. 4.5 minutes ആയി. നമുക്ക് ഇതായിട്ട് കാൽക്കുലേഷൻ വേണം കേട്ടോ. ഇതിപ്പോ 3/4 ആയില്ലേ? ഇത് 1.5 3/4 2.5 പവൻ. 2.5 പവനൊക്കെ എത്രയാണെന്നറിയോ? പവൻ അറിയാം. കറക്റ്റ് 1.5 3.5 എന്നൊക്കെ പറയുന്നുണ്ട്. 1 ലക്ഷം ഒക്കെ കഴിയും ചിലപ്പോ. ഇല്ല, 1 ലക്ഷത്തിനൊന്നും പവനൊന്നും നിൽക്കില്ല. അവന് 2.5. പിന്നെ നോക്കേണ്ടത് തീരുമാനം. അല്ല ഇത്രയും നോക്കായിരുന്നില്ല. എത്രയായിരുന്നു? 1 ലക്ഷം കവിഞ്ഞിട്ടുണ്ടാവോ? 2.5 ഉള്ളൂ.
2.5 പവനല്ലേ ആയുള്ളൂ. എനിക്കറിയില്ല 2.5 ലക്ഷം കവിയില്ല. 2.5 പവന് 1 ലക്ഷം കവിയില്ല. ആണോ? സ്വർണത്തിന് 23,000 പണിക്കൂലി സമീപം വരുമ്പോഴത്തേനും ഒരു 30 വെച്ചിട്ട് ഞാൻ കണക്കൂട്ടി വെക്കുന്നത്. ശരി, 2.5 കവിയില്ല. സ്റ്റഡ് മോഡൽ, സ്റ്റഡ് പോലത്തെ ഹാങ്ങിങ് വേണ്ട, കല്ല് വെച്ചത് വേണ്ട. അല്ല അങ്ങനെയല്ല, കല്ലിന്റെ വാല്യൂ കിട്ടില്ലാത്തോണ്ടാണ്. കല്ലിന്റെ വാല്യൂ കിട്ടില്ലാത്തോണ്ടല്ല, സ്വർണ്ണം ഞാൻ അങ്ങനെ പലപ്പോഴേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഫുൾ സ്വർണ്ണമായിട്ട് കിടക്കട്ടെ എന്ന് ഇത്. ഇത് കൊച്ചു ആൺകുട്ടിയാ. ഇത് എത്രയുണ്ട്? സോറി കേട്ടോ, 3.25 പവൻ വരും അല്ലേ? അപ്പൊ 2.5 ആക്ച്വലി 4 മിനിറ്റ് ആയി. 2.5 3.25 പവൻ അല്ലേ? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? 3.25 പവൻ. കമ്മലെടുത്ത് ഇല്ല? കമ്മലെടുത്തില്ല. കമ്മലെടുത്തു. അത് ഇത് ഇച്ചിരി ഹാങ്ങിങ് ആ. ഇത് ഞാൻ ആ ബ്രേസ്ലെറ്റിന് യോജിക്കുന്ന നോക്കിയെടുത്താ. ഇവിടെ എല്ലാവരും ചോദിച്ചിരുന്നത് സ്റ്റഡൊക്കെ ആയിരിക്കും, പിന്നെ അവസാനം ഹാങ്ങിങ് എടുക്കും. ചിലർ സിമ്പിൾ ചോദിച്ചാൽ ഹെവി എടുക്കും. അതൊന്നും അങ്ങനെ ആണോ? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ സ്റ്റഡ് തന്നാലും പെട്ടെന്ന് ഹാങ്ങിങ്ങിൽ ചിലപ്പോൾ നല്ലൊരു ഭംഗിയുള്ളത് കാണുമ്പോ അങ്ങനെ എടുക്കും. എത്രയും എനിക്കിത് അകത്തേക്കുള്ള എൻട്രി ഉണ്ടോന്ന് അറിയില്ല. എങ്കിൽ കൂടി ഞാൻ സ്വർണത്തിന്റെ 85. ഇനി 1 ലാഖിന് ഇപ്പൊ 1/2 പവൻ കിട്ടുമോ? 1/2 പവൻ കിട്ടും. ഒരു മോതിരം വലിയത്, ഹസ്ബൻഡിന് പറ്റിയത് മോതിരം. ഫാമിലിക്ക് പർച്ചേസ് ചെയ്യണ്ട 1 ലക്ഷത്തിന്. അയ്യോ, ടൈം പോയി പെട്ടെന്ന് വേണ്ട. ഇത് കൂടുതലാണോ? 1/2 പവനിൽ നിൽക്കണ വേണേ? 1/2 പവനിൽ നിൽക്കണത് ചേച്ചിന് കുറച്ചേരം 3/4 വേണ്ട, 1/2 പവൻ മതി. 1/2 പവനിൽ നിൽക്കണത് ഒതുക്കണത് വേണം. 7.5 മിനിറ്റ് ആയി. 10 മിനിറ്റാണ് നമ്മുടെ ടൈം. ഇത് കുഴപ്പമില്ല. ഇത് മതി. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ടെൻഷനും ഇല്ലല്ലോ മാത്രം. ചിരിച്ചൊക്കെ നിൽക്കുകയാണ് ഇങ്ങനെ. എനിക്കാ ടെൻഷൻ. 8 മിനിറ്റ് ആയി പറഞ്ഞപ്പോ. അയ്യോ, 8 മിനിറ്റ് ആയോ? 10 മിനിറ്റ് ഉള്ളു. പെട്ടെന്നേ എനിക്ക് എൻട്രി ഉണ്ടോ ഇതിനകത്തേക്ക്? തൽക്കാലം ഓക്കെ. ആരൊന്നും മിണ്ടല്ലോ. 98,000. ഓ, ഫിക്സ്ഡ്. കഴിഞ്ഞു. സ്റ്റോപ്പ് ഇട്ടെ. 8 minutes 24 seconds ചേച്ചി അങ്ങനെ തീർത്തു. അത് ഭയങ്കര ക്വിക്കായിരുന്നു എടുത്തത്. ക്വിക്കായിരുന്നോ? 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. ചേച്ചി അങ്ങനെ ക്വിക്കായിട്ടാണ് എടുക്കാറ്. ക്വിക്കായിട്ട് അത്യാവശ്യം വന്നാൽ നമ്മൾ ക്വിക്കായിട്ട് എടുക്കണമല്ലോ. ഒരു ചെയിൻ എടുത്തു. ഇത് ചേച്ചിയുടെ സൈസാണ്? ഇത് കൊച്ചിന് വേണ്ടിയിട്ട് എടുത്താ. ഓക്കെ. ചേച്ചി ആക്ച്വലി ഫാമിലിക്ക് മൊത്തം പർച്ചേസ് ചെയ്തിട്ട് 1 ലക്ഷം കൊണ്ട്. ചെയിൻ കുട്ടിക്ക് വെച്ചത്, റിംഗ് ഹസ്ബൻഡിന് വെച്ചത്. ഹസ്ബൻഡിന്റെ കയ്യിലൊക്കെ കയറും. ഇതിപ്പോ മോതിര വിരലിൽ അത് കയറും എന്തായാലും. വെരി നൈസ്. ഇത് ചേച്ചിക്ക്? അതെ, അതെനിക്ക്. ഹായ്. ഇത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്രേസ്ലെറ്റ്. ചേച്ചി കൊച്ചിന് ബ്രേസ്ലെറ്റാണ് നോക്കിയത് ആദ്യം, പക്ഷെ പിന്നെ മുകളിലേക്ക് ഓടാനുള്ള ശക്തി ഇല്ലാത്തോണ്ട് ചേച്ചി അത് ടൈമില്ല, അതുകൊണ്ടാണ്. ടൈമും ഇല്ലാത്തോണ്ട് ചേച്ചി അത് ഉപേക്ഷിച്ചു. ഈ കമ്മല് എനിക്കുള്ളത്. ഓക്കെ. പിന്നെ വേറെ ആർക്കും ഇല്ലല്ലോ, ഹസ്ബൻഡും കുട്ടിയും കമ്മലിടൂലല്ലോ. അപ്പം ചേച്ചി 1 ലാഖിന് ചേച്ചി അത്യാവശ്യം കുറെ സാധനങ്ങൾ ഫുൾ ഫാമിലിക്ക് പർച്ചേസ്. ഇനി വീട്ടിൽ വേറെ ആരും ഇല്ല? അമ്മ വീട്ടിലായിരുന്നില്ലേ? ഇല്ല, ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കൂടെ. ഞങ്ങൾ മാത്രമേ ഇപ്പൊ താമസിക്കുന്നത്. ഞാനും ഹസ്ബൻഡും കുട്ടിയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഉള്ളത് പർച്ചേസ് ചെയ്തു. 98,000 ആയല്ലേ? 2,000 കുറവ് 1 ലാഖിന്. പക്ഷേ ഇറ്റ്സ് ഫൈൻ. നല്ലോണം ചെയ്തു, നല്ലോണം പെർഫോം ചെയ്തു. എത്ര ടൈം എടുത്തിരുന്നത്? 8 minutes 24 seconds. ചെറിയ ബ്രേസ്ലെറ്റ് മുകളിലാണെന്ന് പറഞ്ഞു. കുട്ടികളുടെ ഉള്ള ബ്രേസ്ലെറ്റ് മുകളിലാണ്. അപ്പൊ വീണ്ടും ഇനി മോളിൽ കയറി ഇറങ്ങുമ്പോൾ ടൈം വേസ്റ്റ് ആകും. സിന്ധുവിന്റെ മനസ്സിൽ ഒരു കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഇത്ര പവൻ വാങ്ങിക്കണം, ഇതാണ് എന്റെ ടാർഗറ്റ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിച്ചു, അത് അത്യാവശ്യമാണ്.